അതാണ് സത്യം. ഞാൻ ഇങ്ങോട്ട് നോക്കി കളഞ്ഞു, ആരെയും മയക്കുന്നറിയത്തില്ല. ചോദിച്ചു. ജാഫർക്ക് ചെയ്ത കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്ത കഥാപാത്രം ഒരുപാട് ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, കരയിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, ഫ്രീക്ക് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്താ പറയുക ഇപ്പൊ കുറച്ച് സ്റ്റൈലായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, സൈക്കോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ ചെയ്ത് വെച്ച കഥാപാത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരുണ്ടാകുന്ന ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്നവർ ചെയ്യുമ്പോൾ ചാക്കോച്ചൻ്റെ ഒക്കെ ഒരുപാട് കഥാപാത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇൻട്രോവേർട്ട് അല്ല ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ചാക്കോച്ചനോട് എന്തെങ്കിലും പറയുക ടിപ്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു? ടിപ്സേ അഭിനയിക്കുന്ന മലയാളത്തിൽ പറ. അല്ലല്ല, ചോദ്യം ചോദിക്കുമ്പോൾ എന്നോട് മലയാളത്തിൽ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അതുകൊണ്ട് ഒന്നുകൂടെ അവിടെ മാത്രം ക്ലിയർ ചെയ്താൽ മതി. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ അതായത് എല്ലാത്തിലും മാറി നിന്ന്, അല്ലെങ്കിൽ എന്താ പറയാ മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും പ്രകടിപ്പിക്കാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ ആ സാധനം അന്തർമുഖൻ. എനിക്കത് ആ ചോദ്യേ അത് ചോദിച്ചേ. ഞാനിപ്പോ എൻ്റെ കൂടെ ഒരാളെ ഞങ്ങൾ തമ്മിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനും അമ്പാനും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം എന്താണ് ഇദ്ദേഹത്തിന്റെ അഭിനയം കണ്ടു കഴിയുമ്പോൾ ഞാൻ വലുതായി പോകുന്നു. എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കുറച്ച് അതാണോ അല്ല എനിക്ക് അത് നല്ല ചോദ്യം കേട്ടോ. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആരായി? അല്ല, ഈ ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ ഞാനാരാ? അതല്ല, അല്ലാതെ എനിക്കൊരു സ്വഭാവമുണ്ട്. അത് ചില വരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരെങ്കിലും ഇച്ചിരി പരിചയക്കുറവുള്ള ഒരു ആരായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ഒരു കൊച്ചായിക്കോട്ടെ, ആരാണേലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു തിരിവോ മറുവോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും തെറ്റും ഇതൊക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ ഈ നൈസിൽ വിളിക്കും. നൈസിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്നെ പോലെ അത് ഇങ്ങനെ എടുക്കണ്ട, കൈ ഇവിടെ നിന്ന് എടുക്കണ്ട. അത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതാ. പക്ഷെ അവർ ചിലപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ ഡയറക്ടർക്ക് ശരിയായിരിക്കാം. പക്ഷെ നമ്മൾ എൻ്റെ ഇതിൽ നിന്ന് നോക്കുമ്പം ഇങ്ങനെ പോയായിരുന്നു, നല്ലതായിരുന്നു, അത് പറഞ്ഞു കൊടുക്കും. അവർ ചെയ്യുമോ ചെയ്യില്ലെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒന്നും ആരോടും പറഞ്ഞു കൊടുക്കണത്. പിന്നെ ഇപ്പോൾ കണ്ട വാഴയിൽ പിള്ളേർ സെറ്റ് ഇറങ്ങിയേക്കണണ്ട നടന്മാരാ, മോഹൻലാൽ സാറ്, മമ്മൂട്ടിക്ക എന്നൊക്കെ പറയുന്ന ആൾക്കാരെ പോലെ ഇരിക്കുന്ന സാറന്മാർ ഞങ്ങളെ ഇപ്പോൾ ചെറുകിടക്കാരൊക്കെ ഉണ്ടല്ലോ ഒത്തിരി. അപ്പോൾ അവരൊന്നുമല്ല, അവരൊന്നും ഇപ്പോൾ സിനിമയിലെന്ന് പറഞ്ഞാൽ 4 പിള്ളേർ കൂടിയ സിനിമയാണ് അല്ലേ. എല്ലാ സൈഡിലും പിള്ളേർ സെറ്റായി, ക്യാമറയായി, ഡയറക്ഷനായി ഒക്കെ അല്ലേ. ഇതിപ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്യും നന്നായിട്ട്. എന്നിട്ട് അദ്ദേഹത്തിനോട് ഇതൊരു കഥ പറ, അദ്ദേഹം സിനിമ എടുക്കും. നല്ല പിള്ളേരാണെങ്കിൽ ഇപ്പോൾ വാഴ കളിക്കുന്നു അങ്ങനെ. അതുപോലെ ഇതും നിങ്ങൾ കളിച്ചു വരുമ്പോഴത്തേനും നല്ലൊരു സിനിമയാവും. വിഷുവിന് ഒരു കൈനീട്ടമായിട്ട് 2 പേരും കൂടി തരും ഞങ്ങളാക്കി വെച്ച്. ജാഫർക്ക് അതേപോലെ ഇപ്പൊ സൈൻചേട്ടനോട് ചുരുളിയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ജാഫർക്ക് കേട്ടല്ലോ. ഒറ്റ മിനിറ്റ് സൈൻചേട്ടനോട് ഇതിനു മുമ്പ് ചുരുളിക്കകത്തുണ്ടായിരുന്നു. അപ്പൊ അതൊരു എക്സ്ട്രീം ലെവലിൽ ഒരു കഥാപാത്രം, ഒരു മനുഷ്യന്റെ എല്ലാ ഒരു എന്താ പറയാ സങ്കടങ്ങളും ദേഷ്യങ്ങളും, അല്ലെങ്കിൽ വേറൊരു മനുഷ്യന്റെ വേറൊരു രൂപമാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങനത്തെ ഒരു കഥാപാത്രം, കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് ലെവലിൽ ഒരു പേഴ്സണലായിട്ട് നോക്കുമ്പോൾ എങ്ങനത്തെ ഒരു കഥാപാത്രമാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനെ കുറിച്ച്. ഞാൻ ഇദ്ദേഹത്തിന്റെ സൈൻചേട്ടനുമായിട്ട് വെച്ച് നോക്കുമ്പോഴേ നിങ്ങൾ രണ്ടുപേരിൽ കോമ്പോ ഞാനൊന്നും അഭിനയിച്ചൊന്നുമില്ല. ഒന്നിച്ചത് ഞാനും സഞ്ജുവിനും ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല. ഞാനും ഇദ്ദേഹവും, ശരണ്യം, പിന്നെ ദിലീപ് സാറ്, ചിദംബരം, അത്രയും പേരാ. സജിൻ മാത്രം നമ്മൾ തമ്മിൽ ഇല്ല 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 ഇല്ല. ഒരു തൊട്ടടുത്തുണ്ട്, തൊട്ടടുത്ത് ഉണ്ട്, പക്ഷെ മിണ്ടുന്നില്ല. അങ്ങനെയൊക്കെ അതാണ് ഇത് ദുരൂഹം. അതെന്താണ് പുള്ളി എവിടെ അപ്പുറത്തേക്കിനെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പുറത്തും നിൽപ്പുണ്ട്, ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും. അവിടെ ദുരൂഹതയാണ്. ആ ദുരൂഹമാണ് നമ്മളുടെ സിനിമ. ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞ് ദുരൂഹ സാഹചര്യം ഒറ്റ പറഞ്ഞു. ദുരൂഹ സാഹചര്യം അല്ല, തെറ്റിപ്പോയി. ഊഹയോ ദുരൂഹ സാഹചര്യം. ദുരൂഹ സാഹചര്യം. ഓക്കെ സാർ, ചോദിച്ചോളൂ. അത് ചോദിച്ചോളൂ. ദുരൂഹ സാഹചര്യം. റൊമാൻറ്റിക്കായിട്ടോ? എനിക്കിപ്പോൾ ഇരിക്കുന്നത് അതുപോലെ കാണാൻ ഇഷ്ടം കേട്ടോ. ഇപ്പം ഇരിക്കുന്നതാണ് അതെങ്ങനെ, അങ്ങനെ ഇരിക്കുന്ന കാണാൻ എനിക്കിഷ്ടം. എന്തിനാ ഒരാളെ ദുഃഖത്തിലിരിക്കണമെന്നും സീരിയസ് ഇരിക്കണമെന്നും അതൊന്നും ഇല്ലെന്നേ. മനുഷ്യനായിട്ടങ്ങ് പോയാൽ മതി. എല്ലാം നമ്മൾ കണ്ടു കേട്ടങ്ങ് പോയാൽ മതി അല്ലേ.
ഞങ്ങൾ തിരിഞ്ഞൊക്കെ നോക്കി പറക്കി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ നമ്മളൊരു ചിന്താഗതിയായിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല അല്ലേ? അതിന് ചോദിച്ചു ആർക്കെങ്കിലും എന്നോട് ചോദിക്കാനില്ല. ഇവിടെ നേരെ എവിടെ ഇവിടെ ടീസറിൽ ഇക്കനെ കണ്ടപ്പോ എന്റെ കണ്ണ് നേരെ പോയത് ഇക്കന്റെ തലയിലേക്ക്. കാരണം അത്ര കിട്ടില്ല ഹെയർ സ്റ്റൈല്. ഈ തലയിലേക്ക് മാത്രമാണ് നോക്കിയുള്ളൂ. അല്ല കുഴപ്പമില്ല, അത് അങ്ങനെ ചെത്തി വെച്ചോണ്ട് ചേന എത്തിയ പോലെ എന്ന് പറയും അല്ലേ? അല്ല കൊള്ളാത്. കാരണം ഇപ്പോഴത്തെ യുവതലമുറയിൽ നെറ്റി കയറുന്ന പിള്ളേർക്കൊക്കെ ഈഗോ അടിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ചേട്ടൻ ആ ഒരു മേക്കപ്പിൽ ക്യാരക്ടറായി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് കണ്ണാടി നോക്കിയപ്പോ ഫസ്റ്റ് തോന്നിയ ഒരു തോട്ട് എന്തായിരുന്നു? അത് ഇട്ടൊക്കെ ചോദ്യമാണ് അല്ലേ? എനിക്ക് ചോദ്യ ഇപ്പൊ ഏതാണ്ട് ഒരു 100 ചാനലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഇല്ലേ? ചെറുതും വലുതുമായിട്ടുള്ള 10 ഇല്ലേ? ഇത്രയും മുമ്പ് ഞാൻ പറയാണ്, ഞാൻ ഇത് എന്നെ വെട്ടിപ്പറക്കി ഒരു മരത്തിൻ്റെ ഓട്ടിയിരുന്ന വെട്ടി കാരവാനിലൊന്നും കയറി മുടി വെട്ടിക്കലാണ് ഒക്കെ വാരിപ്പറക്കാനായിട്ട്. പിന്നെ വലിയ പാടാണ്. ഞാൻ പുറത്തിരുന്ന വെട്ടി. ഞാൻ മുടിയൊക്കെ വെട്ടിയിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എൻ്റെ അടുത്തൂടെ കടന്നു പോയത്. എനിക്ക് ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഇതിലൂടെ കടന്നു പോയിട്ട് ഇവിടെ ഇടമ്പല്ലും മൂക്കും മുറിച്ച് വെച്ചേക്കണ്. അപ്പം ഞാനിത് ആരാന്ന് കരുതി ഞാൻ എഴുന്നേറ്റപ്പോൾ പുള്ളി വന്നിട്ട് പിന്നെ അറിയോ ഇതെന്ന് പറഞ്ഞിട്ട് ഞെക്കി കിട്ടും. അപ്പോഴാണ് ഇദ്ദേഹമാണെന്ന് അറിയണേ. അപ്പം ഞാൻ കണ്ണാടി നോക്കിയപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കി ഇപ്പോൾ ഈ നിൽക്കുന്ന ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഇല്ലേ, വരാൻ പോകുന്ന ചെറുപ്പക്കാർ പിള്ളേരൊക്കെ കംപ്ലീറ്റ് ഇതുപോലെ മുടി വെട്ടി ജാഫർ ഖാൻ കട്ടെന്ന് പറഞ്ഞൊരു കാട്ടിടുന്നു. എങ്ങനെയുണ്ടാവും ഇനി നോക്കിയോ, ഇനി സലൂണിലും ചെറിയ ബാർബർ ഷോപ്പിൽ വരെ ജാഫർ ഖാൻ കട്ടെന്ന് പറഞ്ഞൊരു നോട്ടീസ് വരും. ഇനി പിള്ളേരെ കുറച്ചാണ് വെട്ടിക്കൊണ്ട് നടക്കട്ടെ, അതിനെനിക്ക് പറയത്തില്ലേ? നല്ല കട്ടല്ലേ കുട്ടപ്പി? നല്ല കട്ടല്ലേ? അതാണ് കട്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മുടെ കട്ടും വെട്ടിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഈ സിനിമ 14-ാം തീയതി ഇറങ്ങി കഴിയുമ്പോഴത്തേനും, അല്ല വിഷുവിന് സമ്മാനമായിട്ട് 15-ാം തീയതി ഇറങ്ങി കഴിയുമ്പോഴത്തേനും നിങ്ങളും സഹായിക്കണം, എല്ലാവരും സഹായിച്ചത് ഇന്ന് വിജയമാക്കി തന്നെ നമുക്ക് പടം കണ്ടിട്ട് നല്ലതിനെ നല്ലതാക്കി കണ്ടാൽ മതി. അതൊന്ന് ചെയ്തേക്കാം. ഇനി ആർക്കെങ്കിലും എന്നോടുണ്ടോ ഈ വശം വിടാൻ വേണ്ടിയിട്ട് പാസ് പറയാൻ? പാടോ? വാഴ സിനിമ കണ്ടില്ലെന്നേ. ഞാൻ കണ്ടില്ല. പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കിയാലും പിന്നെ ഇപ്പം പൊതുവായിട്ടുള്ള അഭിപ്രായം എന്നാ, മോഹിനിയാട്ടം എന്ന് പറയുന്ന പടം നല്ലതാണ്, വാഴ നല്ലതാണ്, എല്ലാ പടവും നന്നാവണം. സിനിമ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് ഇത് വെച്ചുകൊണ്ട് ഇരിക്കണമെങ്കിൽ പടം നന്നാവണ്ടേ? ഇത് നിന്നു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരെയും നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഒന്നും അലോക്യം വഴക്കൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ജീവിക്കാം, ഞങ്ങൾക്കും ജീവിക്കാം, എല്ലാവർക്കും ജീവിക്കാം. അല്ലാതെ ഇത് തകർത്തിട്ട് ഒന്നും നടക്കില്ല. അല്ലപ്പാ അല്ല, അത് ഒരു സ്റ്റോറി ഞാൻ ഏതോ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ കുടുംബപരമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ സമയമില്ലല്ലോ. അത് ഞാൻ ഒരു 10-18-20 വർഷത്തോളം ഞാനിങ്ങനെ സിനിമ തിയേറ്ററിൽ ചെന്ന കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഞാൻ സിനിമ കാണുകയായിരുന്നു, തിയേറ്ററിൽ ചെന്ന് കാണില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. തിയേറ്ററിൽ ചെന്ന് കാണും. അല്ലാതെ എൻ്റെ വീട്ടിൽ ടി വിയിൽ വരുമ്പോൾ എനിക്ക് പഴയ സിനിമകളോടാണ് താല്പര്യം. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പുതിയ സിനിമ അങ്ങനെയൊന്നും കാണാറില്ല. അപ്പം വിമർശനം ഉണ്ടായി, ഇയാളൊക്കെ ചെന്ന് സിനിമ ചെയ്യും, അവരൊന്നും കാണിയല്ല, ഞങ്ങളൊക്കെ കാണാൻ നിൽക്കുക കഷ്ടപ്പെട്ടു. അതെന്നാന്ന് പറയാം, അത് ആ വിദ്വേഷം ഉണ്ടാവുമല്ലോ. അത് ഒന്നാലോചിച്ച് നോക്കി. അത് അതിൻ്റെ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു പോയി. ഇനിയിപ്പോൾ ഒന്നുകൂടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠനും ഞാനും എൻ്റെ ഒരു പെങ്ങളും കുട്ടിയും കൂടെ ഒക്കെ എല്ലാ സിനിമയും ഞായറാഴ്ച കാണും. എനിക്ക് ഞായറാഴ്ച ദിവസം എനിക്ക് ഫ്രീ ആയി സിനിമ കാണുന്നതിന്. ഇപ്പോൾ തിയേറ്ററിൽ ടിക്കറ്റ് എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 14-15 ചായക്കടയായിരുന്നു. ആ ചായക്കടയുടെ ഫ്രണ്ടിൽ ഞാൻ ഒരു കമുകിൻ്റെ വാരിക്ക് ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ടാക്കി വെച്ച് ഒരു പോസ്റ്റർ ഒട്ടിക്കണേന് എനിക്ക് ഒരു മഞ്ഞക്കാട് തന്നിട്ട് അതുകൊണ്ട് പോയി എനിക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ഉച്ചയാകുമ്പോഴത്തേന് ഞായറാഴ്ച തുടങ്ങും. ഇപ്പോൾ എൻ്റെ ഇളയ പെങ്ങളെ ആണ് ചോദിക്കുന്നത്. ചോദിച്ചിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോട്ടെ എന്ന് എൻ്റെ വാപ്പാടി ചോദിക്കുമ്പോൾ വാപ്പ കുറച്ച് ആദ്യം പോകണ്ടെന്നൊക്കെ പറയുമെങ്കിൽ ഇച്ചിരി പൈസ തന്ന് ഞങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് പൈസയ്ക്ക് സിനിമയ്ക്കും അവളുടെ ഒരു പോക്കിൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ ഒരു 10-17 കൊല്ലം മുമ്പ് മരിച്ചുപോയി. 15 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അപ്പം അതിനെ കല്യാണമൊക്കെ കഴിച്ചു വിട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ ആ കണക്ഷനും പൊട്ടി. അത് മനസ്സിലായില്ലേ? പിന്നെ ജീവിതം അത്രപ്പാടും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ജ്യേഷ്ഠൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക്, കുട്ടിയെ കെട്ടിച്ചു വിട്ടപ്പോൾ അങ്ങനെയൊക്കെ ഒരു കുറേ കഥ പറയാനുണ്ട്. ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ ചെയ്ത പടത്തിനകത്ത് ഞാൻ കാണില്ലെന്ന് പറയും അഹങ്കാരം അങ്ങനെയൊക്കെ ഉള്ളൂ. മതി നിങ്ങളൊക്കെ കണ്ടാൽ മതി. ഇങ്ങനെയൊക്കെ കഥ പറയുമ്പോൾ ഒത്തിരി പറഞ്ഞു വരികയല്ലേ, അതുകൊണ്ടാട്ടോ.
ഇതിപ്പോൾ ഞാൻ നേരത്തെ ഡിക്ലെയർ ചെയ്തായിരുന്നു, എല്ലാവരോടും ശരിക്കും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയതാണ്. അല്ല, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നോടോ? ആ